എപ്പോഴും വലയിനകത്ത് ചൂരയും പന്നിക്കോലാനും മാത്രമൊന്നുമല്ല ഇട്ട കിട്ടണത്. ഇടക്ക് നമ്മുടെ ഈ പാരുമീനും കയറി വരും. അതുപോലെ ഒരു 5-8 വറ്റ നമ്മുടെ വലയിൽ കയറി വന്ന് അത് വെച്ചിന്നൊരു കിടിലൻ സാധനം ഉണ്ടാക്കണം. പേരെന്താണെന്നറിയോ? പുളിത്തണ്ണി. ഇതിനകത്ത് അധികം മസാലപ്പൊടികളൊന്നുമില്ല, മസാലപ്പൊടിയേ ഇല്ല. വറ്റൽമുളക്, സവാള, അതുപോലെ പുളി, പിന്നെ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ മീനിടും. നേരെ എണ്ണയിലേക്ക് സവാളയും വറ്റൽമുളക് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ആ ഒരു പുളി, വാളംപുളിയുടെ വെള്ളം അങ്ങോട്ട് ഒഴിക്കോട്ടെ. നല്ലോണം തിള വരാൻ നേരത്ത് നമ്മൾ അതിലേക്ക് മീനിടോട്ടെ. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ ഇട്ടിളക്കരുത്. നേരെ നമ്മുടെ പാത്രം ഇട്ട് നന്നായിട്ട് ചുറ്റിക്കണം. അതായത് അടിക്ക് പിടിക്കാൻ പാടില്ലേ. അടിക്ക് പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ചുറ്റിച്ച് ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിത്തണ്ണി എന്ന് പറയുന്ന സംഭവം റെഡി ആയിട്ട്. അപ്പോൾ ഇത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും കയറി കാണാൻ സപ്പോർട്ട് ചെയ്യട്ടെ. ഓക്കെ, ടാറ്റ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിത്തണ്ണി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വറ്റ മീനില്ലേ അതിനെ ഈ പുളിയിലിട്ടിട്ട് സവാളയും വറ്റൽമുളകും മാത്രം ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനെ കന്നിയുടെ ഒപ്പം നമ്മൾ കഴിക്കണം കേട്ടോ. നോക്കി എടുത്തിട്ട് സംഭവം ഞാൻ ആദ്യമായിട്ടാണ്. തമിഴ്നാട് സ്പെഷ്യലാണ് ഉള്ള